ശബരിനാഥൻ, ഇതാ നോക്കൂ, LDF സ്ഥാനാർത്ഥി പട്ടികയായി കഴിഞ്ഞു. ഇനി അത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് 3 ദിവസം മാത്രം കാത്തിരുന്നാൽ മതി. 27-ാം തീയതിയോടുകൂടി LDF കരുത്തരായിട്ടുള്ള പടക്കുതിരകൾ കളം നിറയും. എവിടെ UDF സ്ഥാനാർത്ഥികൾ? നേരത്തെ കളം പിടിക്കേണ്ടതല്ലേ? സിറ്റിംഗ് MP മാരല്ലേ? വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവേണ്ടതില്ലല്ലോ. കണ്ണൂരിലടക്കം KPCC പ്രസിഡന്റ് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആലപ്പുഴ മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ഇതാ 3-ാം സീറ്റുമായി ബന്ധപ്പെട്ട് UDF ചില സങ്കീർണതകൾ ഉടലെടുക്കുന്നു എന്നാണ്. വലിയൊരു പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഉറച്ച കോട്ടയായ കേരളത്തിൽ UDF LDF മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയാതെ പോകുന്നത് തിരിച്ചടിയാകുമോ K. ശബരിനാഥൻ? ഡോക്ടർ ഒരിക്കലുമില്ല. കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ്. നാഷണൽ പാർട്ടിയുടെ ചില നിയമങ്ങളും തത്വങ്ങളും അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് നടക്കുന്നത്. അത് അനൗൺസ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ആ കാര്യങ്ങൾ നടന്നോളും. പക്ഷേ ഏറെക്കുറെ സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ LDF സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ CPI പട്ടിക കൂടി വന്നതിന് ശേഷം റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ എന്തോ ഒരു പട്ടികയായി CPM LDF മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ഓരോ പാർട്ടിക്കും ഓരോ മുന്നണിക്കുമുള്ള സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാനുള്ള തീരുമാനമുണ്ട്. നമ്മളത് അംഗീകരിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2019 ഇവർ നിർത്തിയതൊക്കെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെയായിരുന്നു. ഞാനൊന്ന് കണക്കെടുത്ത് നോക്കുമായിരുന്നു. 2019 5 സിറ്റിംഗ് MP മത്സരിച്ചു, 5 സിറ്റിംഗ് MLA മത്സരിച്ചു, 4 ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചു, 2 മുൻ മന്ത്രിമാർ മത്സരിച്ചു. അന്ന് ശ്രീ C. ദിവാകരൻ, PK ശ്രീമതി ചെറിയ ആൾക്കാരാണോ? 5 MLA ശ്രീ ആരിഫ്, വീണ ജോർജ്, പ്രദീപ് കുമാർ, PV അൻവർ, ചിറ്റയം ഗോകുമാർ ചെറിയ ആൾക്കാരാണോ? 4 ജില്ലാ സെക്രട്ടറിമാർ, അന്ന് ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ശ്രീ P. രാജീവ്, ശ്രീ സതീഷ് ചന്ദ്രൻ, ശ്രീ P. ജയരാജൻ, ശ്രീ വാസവൻ ചെറിയ ആൾക്കാരാണോ? 5 MP അന്നുണ്ടായിരുന്ന ശ്രീ MP രാജേഷ് അടക്കമുള്ള ശ്രീ PK ബിജു അടക്കമുള്ള നിങ്ങൾ MP മത്സരിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥി പാനൽ ഉണ്ടാക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പറഞ്ഞ് 2019 LDF സ്ഥാനാർത്ഥികളൊക്കെ വീക്കായിരുന്നു, അതുകൊണ്ടാണ് തോറ്റതെന്നുള്ളൊരു ധ്വനി നൽകുന്നത് ശരിയല്ല. തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഇലക്ഷനിൽ നല്ല പ്രവർത്തനം നടത്തി പ്രത്യേക കാരണങ്ങൾ കൊണ്ട് UDF 19 സീറ്റ് ലഭിച്ചു. ഇത്തവണ അതേപോലുള്ള ആളുകൾ നിങ്ങൾ നിർത്തുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യവും പ്രവർത്തനം കൊണ്ട് UDF കഴിഞ്ഞ തവണത്തെക്കാളും മെച്ചപ്പെട്ട നിലയുണ്ടാക്കി എല്ലാ സീറ്റുകളും ജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ ചേരുവ ഇപ്പോൾ പണ്ടത്തെക്കാളും ശക്തമായിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ്. കേരളത്തിൽ നമുക്കറിയാമല്ലോ, അങ്ങ് തന്നെ സൂചിപ്പിച്ച പ്രത്യേക സാഹചര്യം എന്നുള്ളത് ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ UDF അനുകൂലമായ ഒരു തരംഗമുണ്ടാവുന്നു. അത് കത്തിക്കാൻ ശ്രമിച്ചത് BJP ആണെങ്കിലും വെന്തെടുത്തത് നിങ്ങളാണ്. അങ്ങനെ അതൊന്ന്. രണ്ടാമത്തത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു, വലിയ തരംഗമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി രണ്ടാമത് മത്സരിക്കാൻ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എത്തുന്നത് പോലെയുള്ളൊരു തരംഗമുണ്ടോ? സംശയമാണ്. മറ്റൊന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം, അതില്ല. പക്ഷേ പകരം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുടെ വിഷയമുണ്ട്. പക്ഷേ അത് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുന്നൊരു പാർട്ടിക്ക് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടാൻ പറ്റില്ലല്ലോ. രാഹുൽ ഗാന്ധി പോലും ആ വിഷയം ഉയർത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനൊരു വിഷയമുണ്ടായിരുന്നു ഇടതുമുന്നണിക്കെതിരെ. ഇത്തവണ എന്തായിരിക്കും K. ശബരിനാഥൻ ഇന്ത്യ മുന്നണിയിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി കൂടിയായ CPM കേരളത്തിൽ നിങ്ങൾ ഉയർത്താൻ പോകുന്നത്? വിശ്വാസ പ്രശ്നം ഉയർത്താൻ കഴിയില്ല, സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് ഉയർത്താൻ കഴിയില്ല. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ കേരളത്തിൽ ഉയർത്താൻ പോകുന്നത്? അല്ല, ഇതിനകത്തുള്ള സിമ്പിളായിട്ടുള്ള കാര്യം, ഇവിടെ BJP തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസിനെ കഴിയൂ എന്നുള്ളത് ഇന്ത്യയിലെ BJP ഇതര എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ആ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. ഇതിപ്പോൾ ഈ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയുമായി BJPക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും സംഘപരിവാർ ശക്തികൾക്കെതിരെ സംസാരിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജിസ്മോൻ പറഞ്ഞു അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് ശരിയല്ലാത്ത രീതി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം കേരളത്തിൽ വയനാടിൻ്റെ MP ആയതിനു ശേഷം ആ MP സ്ഥാനം പോലും റദ്ദാക്കേണ്ട ഒരു സാഹചര്യം വരെ എത്തി. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തെ ആളുകളും ജനങ്ങളും പാർട്ടിയും ഒക്കെ ഇടപെട്ട അവസാനം ആ ഒരു വലിയ പോരാട്ടം നടത്തി തിരികെ അദ്ദേഹം MP ആയത്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കലായി എല്ലാ തരത്തിലും രാഹുൽ ഗാന്ധി പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വന്ന് മത്സരിച്ചത് വയനാട് സീറ്റ് കോൺഗ്രസിന് സ്വന്തമാക്കാനാണോ അതല്ല രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ എത്തിക്കാനായിരുന്നു? അതാണ് ചോദ്യം. വയനാടിനെ പാർലമെന്റിൽ എത്തിക്കാൻ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി ഇല്ലാതെയും കഴിയുമായിരുന്നല്ലോ. അപ്പോൾ പ്രശ്നം രാഹുൽ ഗാന്ധി സുരക്ഷിത സ്ഥാനം തേടി വന്നു എന്നുള്ളതാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് അമേഠിയിൽ പിന്നീട് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് തലയുയർത്തി പാർലമെന്റിൽ നിൽക്കാൻ കഴിയുന്നത്.
അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലും വീണ്ടും വയനാട് തിരഞ്ഞെടുക്കുമ്പോൾ കൊടുക്കുന്ന സന്ദേശം അതേ അവസ്ഥയാണ് ഉത്തർപ്രദേശിൽ അമേഠിയിൽ എന്നാണ്. അല്ല, ഒരിക്കലുമല്ല. ഇപ്പോഴത്തെ അതിലേക്ക് വളരെ ഏർലി ഡേയ്സ് ആണ്. അദ്ദേഹം എവിടെ മത്സരിക്കും എന്നുള്ളത് പാർട്ടിയും ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തവണ ഈ പോരാട്ടത്തിൽ വലിയൊരു അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് BJPക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയം പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളമാണെങ്കിലും കർണാടകമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ആന്ധ്രയാണെങ്കിലും അടക്കമുള്ള സംസ്ഥാനങ്ങളെ വലിയ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ പോരാട്ടം നടക്കുമ്പോൾ അതിൻ്റെ പ്രതിനിധിയായി അവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടൊപ്പം, ദക്ഷിണേന്ത്യ കാര്യം ഇന്ത്യക്കാർ, നമ്മളും ടാക്സ് കൊടുക്കുന്നത്, നമ്മൾ ഈ നാട്ടുകാരല്ലേ. അപ്പോൾ നമ്മളൊരു പ്രതിനിധിയായി ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ചതിനേക്കാളും കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള പോസിബിലിറ്റിയും രാഷ്ട്രീയമായിട്ടുള്ള അർത്ഥമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണ വന്നതുപോലെ പ്രചരണത്തിന്റെ ദിശ ആർക്കെതിരെയായിരിക്കും? അത് സംസ്ഥാന സർക്കാരിനെതിരെ ആയിരിക്കുമോ, അതല്ല കേന്ദ്ര സർക്കാരിനെതിരെ ആയിരിക്കുമോ? ഒരു പരിധിയിൽ കവിഞ്ഞ് നിങ്ങൾ കേരളത്തിനെ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ദേശീയ ലക്ഷ്യം നഷ്ടപ്പെടും. അങ്ങനെ ഒരിക്കലുമില്ല. അത് നമ്മൾ പറയേണ്ട രാഷ്ട്രീയം കൃത്യമായിട്ട് കോൺഗ്രസ് പറയുന്നുണ്ട്. ഇവിടെ BJPക്കെതിരെയുള്ള രാഷ്ട്രീയം പറയുന്നുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസിന് സീറ്റുകൾ കൂടി കോൺഗ്രസിൻ്റെ മുന്നിൽ വരണം എന്നുള്ള രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കും. അതോടൊപ്പം കേരള സർക്കാരിൻ്റെ നെറുകേടുകൾക്കെതിരെയുള്ള തീർച്ചയായിട്ടും ഒരു വോട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ ചോദ്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി മികച്ച സീറ്റും ഒപ്പം തന്നെ വോട്ട് ഷെയറും കോൺഗ്രസിനുണ്ട്. പക്ഷേ അങ്ങനെയല്ല CPMന്റെയും CPIയുടെയും അവസ്ഥ. കൂടുതൽ റീജിയണലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പാർട്ടികൾ ഉണ്ടാവുന്നതിനോടൊപ്പം ദേശീയ പാർട്ടികളായി ഇടതുമുന്നണി പാർട്ടികളും നിലനിൽക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ കൂടെ നിലപാടല്ലേ? ഒരു ഇടതുമുന്നണി മുക്തമായിട്ടുള്ള കോൺഗ്രസിനെ അല്ലെങ്കിൽ ഭാരതത്തെ നിങ്ങളും കാണുന്നില്ലല്ലോ. അപ്പോൾ CPMന് 4 സീറ്റെങ്കിലും ലഭിക്കുക എന്നുള്ളത് തത്വത്തിൽ കോൺഗ്രസിൻ്റെ കൂടി ഒരു ആഗ്രഹമാകേണ്ടതായിരുന്നില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, മൾട്ടി പാർട്ടി സിസ്റ്റം വേണമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഒരു ഡെമോക്രാറ്റിക് സംവിധാനത്തിനും ആവശ്യമുള്ളതാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് അവർക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കുന്നൊരു കാര്യമല്ല. അവർ പൊരുതി ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ. അത് കേരളത്തിൽ മാത്രമല്ലോ, തമിഴ്നാട്ടിൽ ഇപ്പം നമ്മളോട് നിൽക്കുന്ന 2 സീറ്റ് അവർക്ക് ഇപ്പോൾ മുന്നണിയുടെ ഭാഗമായി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ വരുമ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണി എന്നുള്ള സംവിധാനമില്ല. ഇവിടെ കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കോൺഗ്രസും CPMും പോകുന്നുണ്ട്. അതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ആം ആദ്മി പാർട്ടിയായിട്ടുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു. സമാജ്വാദി പാർട്ടിയുടെ കാര്യത്തിലും ജെഎംഎമ്മിന്റെ കാര്യത്തിലും കോൺഗ്രസിന് മേധാവിത്വം നേടാൻ കഴിഞ്ഞു. അത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾക്ക് ജ്വലനം വേഗം വരുന്നു എന്നുള്ളതും വളരെ പ്രതീക്ഷയുള്ള കാര്യമാണ്. ശബരിനാഥൻ, ഞാൻ തിരിച്ചു വരാം. Debate with Arun Kumar.